ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളെല്ലാവരും അത്ഭുതങ്ങൾ എന്ന് പറയാറുണ്ട്. അത്ഭുതം എന്ന് പറയാൻ കാരണം നമുക്കത് മനസ്സിലാകുന്നില്ല എന്നുകൊണ്ടല്ലോ അത്ഭുതം എന്ന് പറയുന്നത്. ഇപ്പം ലോക അത്ഭുതങ്ങൾ ഓരോ സമയങ്ങളിൽ ഓരോന്നായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഈ പിരമിഡ് അന്നും ഇന്നും അത്ഭുതം തന്നെയാണ് അല്ലേ. പിരമിഡിൻ്റെ നിർമ്മാണം, അതിനുപയോഗിച്ചിരുന്ന കല്ല്, അതിൻ്റെ ശാസ്ത്രീയത, ഇതെല്ലാം ആളുകളിൽ അത്ഭുതം ഉളവാക്കുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാത്തൊരു ശാസ്ത്രം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ്. പിന്നീട് അന്നുണ്ടായിരുന്ന മറ്റൊന്നാണ് ബാബിലോണിലെ ഹാങ്ങിങ് ഗാർഡൻസ്. നെബൂഖദ്നേസറിന്റെ കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു ഹാങ്ങിങ് ഗാർഡൻസ് നിർമ്മാണം. അപ്പം അതും സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചപ്പോഴിട്ടില്ല അത് എത്ര അതിൻ്റെ ആ ഒരു നിർമ്മാണ രീതി അല്ലേ. റോമൻ കൊളോസിയം, അതുപോലെ തന്നെയാണ് ചൈനയുടെ വൻമതിൽ, അതുപോലെ താജ്മഹൽ, ഇതെല്ലാം ലോക അത്ഭുതങ്ങളാണ്. അപ്പൊ ഈ അത്ഭുതങ്ങൾ നമ്മൾ പറയാൻ കാരണം അതിന്റെ പിന്നിലെ ശാസ്ത്രം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. എന്നാൽ അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്താണെന്ന് അറിയാവുന്നവർക്ക് അത് അത്ഭുതമല്ല. സാധാരണക്കാർക്ക് അത് മനസ്സിലാകുന്നില്ലാത്തതുകൊണ്ടാണ് അവർ അത്ഭുതം എന്ന് പറയുന്നത്. ഇന്നും അത്ഭുതമായിട്ട് തന്നെ അനേക സംഗതികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്ഭുതം എന്നുള്ളത് വാസ്തവത്തിൽ ഒന്നില്ല എന്നുള്ളതാണ് അറിവുള്ളവരെ സംബന്ധിച്ച്. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അവബോധമുള്ളവർക്ക്. ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് അവബോധം ഇല്ലാത്തവരെ സംബന്ധിച്ച് അതെല്ലാം അത്ഭുതമാണ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം പിന്നൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം ഇന്നത്തെ ഒട്ടനവധി ആൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവരിപ്പോഴും അത് അത്ഭുതമായിട്ട് പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ പിരമിഡിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ല്, അതിൻ്റെ വിസ്തൃതി, അത്രയും വലിയ കല്ല് ഉപയോഗിച്ച് എങ്ങനെ പണിയാൻ പറ്റി, അവനൊരു ആർക്കിടെക്ട് ആരായിരുന്നു, അങ്ങനെയുള്ള സംഗതികൾ, അതിൻ്റെ വലിയൊരു ശാസ്ത്രീയ സംഗതി അതിന് പിന്നിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശാസ്ത്രം ആണ് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് അതിനെ അത്ഭുതം എന്ന് പറയുന്നത്. ചൈനയുടെ വൻമതിലിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ 1000 കിലോമീറ്റർ അല്ലേ. അതുപോലെ മനുഷ്യനെ ഉപയോഗിച്ചാൽ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യ അന്നില്ലല്ലോ. JCB അതുപോലുള്ള ഒരു സംഗതി ഇല്ലല്ലോ. അപ്പോൾ വലിയ വലിയ കല്ലെടുത്ത് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ മധുര പണിയണമെങ്കിൽ യന്ത്രമില്ലാതെ പറ്റുമോ എന്നുള്ള സംബന്ധിച്ച് ഇന്ന് ആൾ ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ തന്നെ പണിതാണോ ഇതെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അവരുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് അതൊരു അത്ഭുതമായിട്ട് പറയാം അല്ലേ. അങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിലൊരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം ആ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ അത്ഭുതം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് അവർക്ക് മനസ്സിലായി. അതിൻ്റെ പിന്നിൽ ചില ടെക്നിക്കുകളുണ്ട്. പക്ഷെ അത് സാമാന്യ മനുഷ്യർക്ക് മനസ്സിലാക്കില്ലാത്തതുകൊണ്ട് അത്ഭുതം എന്ന് പറയാം. അപ്പോൾ സാമാന്യ ബുദ്ധിക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മളത് അത്ഭുതം എന്ന് പറയുന്നത്. അപ്പം ഈ ഉദാഹരണമായിട്ട് മറ്റേ ആ താജ്മഹൽ ഉണ്ടാക്കിയ ശില്പിയെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് അത്ഭുതമാണോ? ആ ഉണ്ടാക്കിയ ശില്പിക്ക് അല്ലെങ്കിൽ എൻ്റെ ആർക്കിടെക്റ്റിന് ഇല്ല. അദ്ദേഹത്തിന് അതിൻ്റെ A to Z കാര്യങ്ങൾ അറിയാം. എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള എല്ലാ വിവരമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമല്ല. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത്ഭുതമാണ് അല്ലേ. ഇന്ന് ഒട്ടനവധി ആളുകൾ അത്ഭുതമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്നത് അത്ഭുതം അല്ലേ. പക്ഷെ അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. പല ആളുകളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ ചില വിദ്യകളുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ പല അത്ഭുതങ്ങളുണ്ട്, നാച്ചുറലായിട്ടുള്ള അത്ഭുതങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ ശാസ്ത്രമുണ്ട് അല്ലേ. വലിയ കൂറ്റൻ തിരമാലകൾ അടിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. നമുക്ക് സുനാമി പോലുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ പല സമയത്തും ഈ യേശുക്രിസ്തു പോലുള്ള വ്യക്തികൾ അത്ഭുതം ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിൽ ശാസ്ത്രമുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതില്ലാത്ത ഒരു സംഗതി ഉളവാകുന്നില്ല. ഇപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു അത്ഭുതമാണ് 5 അപ്പം വർദ്ധിപ്പിച്ച ആളുകൾ കൊടുത്തു എന്നുള്ളത്. അപ്പവും മീനും. അപ്പോൾ ഈ അപ്പത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, നമ്മൾ അതിന് ലാബ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അതിന് അനലൈസ് ചെയ്ത് കേണല് അതിനകത്തുള്ള ഘടകങ്ങൾ വേർതിരിഞ്ഞ് കിട്ടും. കാർബോഹൈഡ്രേറ്റ് എത്ര ശതമാനം അല്ലേ, അങ്ങനെ ഷുഗറിൻ്റെ അംശം എത്ര ശതമാനം, അതിനകത്തുള്ള ഈസ്റ്റിൻ്റെ ശതമാനം എത്ര ശതമാനം അല്ലേ, അങ്ങനെ പ്രത്യേക ഒരു കോമ്പിനേഷനിൽ കൂട്ടി യോജിപ്പിക്കുന്നതാണ് വസ്തുക്കൾ. ആ വസ്തുവായിട്ട് മാറുന്നു അല്ലേ. ഇപ്പോൾ ഈ അടുത്ത ശാസ്ത്രം ഡെവലപ്പായിട്ട് പറഞ്ഞിട്ടില്ലേ, മീറ്റ് ഉണ്ടാക്കിയിരുന്നു, ഇറച്ചി ഉണ്ടാക്കിയിരുന്നു അല്ലേ, വെജിറ്റബിൾ ഇറച്ചി ഉണ്ടാക്കി. അതെങ്ങനെയാണ്? അപ്പോൾ ഒരു ഇറച്ചിയിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് അവർ ലാബ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഘടകങ്ങളും അതിൻ്റെ ശതമാനം അവർക്ക് മനസ്സിലായി. ആ പ്രത്യേക അനുപാതത്തിൽ ആ വസ്തുക്കളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അത് അങ്ങനെ മാറും.
അതാണ്. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളിലെല്ലാം പിന്നിൽ ഇതുപോലുള്ള ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. അതല്ലാതെ ഒരു സംഗതി ഉളവാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ നമുക്കിതൊന്നും അത്ഭുതമല്ലാതായിട്ട് തോന്നും. അതിന് പിന്നിലുള്ള ശാസ്ത്രം അതാണ്. അപ്പോൾ ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ അതിൻ്റെ റൊട്ടേഷനും അല്ലേ, ഗാലക്സികൾ, ഇതെല്ലാം നമ്മെ സംബന്ധിച്ച് അത്ഭുതമാണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ ശാസ്ത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇനിമേൽ ഒന്നും അത്ഭുതങ്ങളായിരിക്കില്ല, നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടുള്ള സംഗതിയാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റേ വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.